കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയാണ് വീണയ്ക്ക്. ഒരമ്മയുടെ ഹൃദയമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ രാജിവെക്കുമായിരുന്നു. എന്നിട്ട് പറയും, ഇത് നല്ലോണം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് ഈ പണി ഏൽപ്പിച്ചു കൊടുക്കാൻ പറയുമായിരുന്നു. പറഞ്ഞില്ല. 7-ാം തീയതി നമ്മുടെ മറ്റൊരു സമരം വരുന്നുണ്ട്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട സമരത്തിന് ആ സമരസമിതിയുടെ കൺവീനറായിട്ട് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു പോലീസിനെയും പേടിച്ചിട്ടല്ല ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് അധികാരികളുടെ കാക്കിയെ ഹൃദയത്തിൽ വെച്ചവരാണ് ഞങ്ങൾ. എന്നാൽ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, വീണ ജോർജിനെ പോലെ മേലനങ്ങാതെ നടക്കുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങളൊക്കെ അത്യാവശ്യം നല്ല സാരിയും നല്ല മുണ്ടുമൊക്കെ ഉടുത്തിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. എന്നാൽ ഞങ്ങൾ ചെളിയിലിരിക്കേണ്ടി വന്നാൽ അവിടെ ഇരിക്കും. ഞങ്ങളുടെ ജീവിതം തന്നെ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രിയും വേണ്ട, ഞങ്ങൾക്കൊരു മന്ത്രിയും വേണ്ട. സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വീണ ജോർജിനെ കൊണ്ട് മൂക്കുകൊണ്ട് ക്ഷാമരിപ്പിക്കാനുള്ള തന്റേടം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ട് എന്നറിയിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. 2 ആഴ്ചക്കാലമേ ആയിട്ടുള്ളൂ ഈ സമരം നടത്താനുള്ള അധികാരം കിട്ടിയിട്ട്. വിസിലടിച്ചിട്ട് സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. കോട്ടയത്ത് 7-ാം തീയതി വീണ്ടും നമ്മൾ സമരം നടത്തും. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ സമരത്തിന് അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ചികിത്സ നടത്താൻ അമേരിക്ക വേണം. എന്റെയും നിങ്ങളുടെയും നികുതി പണം എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോകുമ്പോ കമലേടത്തിയുടെ പാന്റിന്റെ പോക്കറ്റിൽ 2 ഐഫോണും വെച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോ പാവപ്പെട്ട സഹോദരി കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടിട്ട് ആ ചെറുപ്പക്കാരൻ ആൺകുട്ടി കരയുന്നത് ഇന്ന് വീടിന്റെ ഉള്ളിൽ ചെന്ന് ഞങ്ങൾ എല്ലാവരും കണ്ടു. നെഞ്ചു പൊട്ടി അവൻ കരയുകയാണ്. അവന്റെ സഹോദരി, അവൾക്ക് മിണ്ടാൻ പോലും പറ്റാതെ രോഗിയായി ആ കിടക്കയിൽ ആ സഹോദരി കിടക്കുകയാണ്. നിങ്ങൾക്കൊക്കെ മനസാക്ഷിയുണ്ടോ? മിസ്റ്റർ വാസവൻ, നിങ്ങളല്ല ഇവിടുത്തെ MLA. ഇതാ ഞങ്ങൾ കടന്നു വരുന്ന വഴിയിൽ UDFന്റെ സമരം ഞങ്ങൾ കണ്ടു. 2012 അന്നത്തെ മന്ത്രി ശിവകുമാർ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോ കെട്ടിടത്തിന് തകരാറുണ്ടോ എന്ന് ഇവിടുത്തെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് റിപ്പോർട്ട് കൊടുത്തില്ലേ? ആ റിപ്പോർട്ട് കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ ഇന്നാണോ കോട്ടയത്ത് ചാണ്ടി ഉമ്മൻ പിറന്നു വീണത്? ആണോ? ചാണ്ടി ഉമ്മന്റെ പണി എന്താണ്? കോട്ടയം മെഡിക്കൽ കോളേജിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ, വാസവന്റെ നേതൃത്വത്തിൽ, വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ തെമ്മാടിത്തരം നടക്കുന്നുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി പിണറായി പറഞ്ഞില്ലേ തെമ്മാടി രാഷ്ട്രമെന്ന്, തെമ്മാടിത്തരം നടക്കുന്നുണ്ടെങ്കിൽ മുണ്ടം മടക്കി കുത്തി വാടാ ചാണ്ടിയുമ്മ വരേണ്ടത് മാസങ്ങൾക്ക് മുൻപായിരുന്നു, വർഷങ്ങൾക്ക് മുൻപായിരുന്നു. എന്താ പറയാതിരുന്നത്? ഇപ്പൊ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മാധ്യമ സുഹൃത്തുക്കളോട്, ഇതൊന്ന് കാണണം. കേന്ദ്രം നൽകിയത് 1351.79 കോടി രൂപ. ഈ നമ്മുടെ സംസ്ഥാനത്ത്, ഇത് BJP അല്ല പറയുന്നത്, പ്രമുഖമായിട്ടുള്ള ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ്. എന്താ പറയുന്നത്? ഇടതു സർക്കാർ കൊട്ടിഘോഷിച്ച നമ്പർ 1 ആരോഗ്യ കേരളം വീട് വെന്റിലേറ്ററിലായപ്പോ പ്രിയപ്പെട്ടവരെ കോടിക്കണക്കിന് രൂപ വകമാറ്റിയതിന്റെ കണക്കുകൾ പുറത്തു വന്നപ്പോ 2022-23 കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പണത്തിന്റെ 30% ചെലവഴിച്ചിട്ടുള്ളൂ. ബാക്കി 70% ലാപ്സാക്കി കളഞ്ഞു. ആരാന്റെ മകൻ അല്ലെങ്കിൽ ആരാന്റെ മകൾ, പാവപ്പെട്ടവൻ മെഡിക്കൽ കോളേജുകൾ ആശ്രയിക്കുമ്പോ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ, ഗർഭിണിയായ സ്ത്രീ കുഞ്ഞിനെ ഈ സമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് ആ സഹോദരി മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോ പായും തലയണയും കൊണ്ടുവന്ന് വരാന്തയില് ആ പാവി ഗർഭാവസ്ഥയിൽ ഇത്രയും 10 മാസം നിറവയറുമായി കുഞ്ഞിനെ തന്റെ സമൂഹത്തിന്, കേരളത്തിനും നമുക്ക്
നമുക്ക് തരാൻ വേണ്ടിയിട്ട് അവൾ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോ 70% വരുന്ന ഫണ്ട് കേന്ദ്രത്തിന്റെ ലാപ്സാക്കി കളഞ്ഞു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ. എന്താ കാരണമെന്നറിയുമോ? മേലനങ്ങിയിട്ടില്ല, ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ല, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരു യോഗത്തിൽ സംസാരിക്കാൻ പോയിട്ടില്ല. മാധ്യമ സുഹൃത്തുക്കൾക്ക് തോന്നും എന്താണ് മാധ്യമങ്ങളുടെ ശീതീകരിച്ച മുറിയിൽ, ആ ശീതീകരിച്ച മുറിയിൽ ഇരുന്നത് കൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ ഉൾപ്പെടെയുള്ള അവർ ചെറുകിന് നടക്കരുത് എന്ന് പ്രഖ്യാപിച്ചു ഓച്ചാനിച്ചു നിൽക്കാൻ മാത്രം സാധിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ. ആലപ്പുഴയിലെ രണ്ടാമത് മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട അമ്മയും കുഞ്ഞും മരിച്ചു. ഉത്തരവാദിത്തം ഏറ്റെടുത്തോ? രാജിവെച്ചോ? എന്നിട്ടിപ്പോ ഇന്നലെ ബോധക്ഷയം ഉണ്ടായിരിക്കുകയാണ്. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയാണ് വീണയ്ക്ക്. ഒരമ്മയുടെ ഹൃദയമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ രാജിവെക്കുമായിരുന്നു. എന്നിട്ട് പറയും ഇത് നല്ലോണം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് ഈ പണി ഏൽപ്പിച്ചു കൊടുക്കാൻ പറയുമായിരുന്നു. പറഞ്ഞില്ല. ഇത് അഭിനയമാണ്, ഇത് സിനിമയല്ല, ഇത് ജീവിതമാണ്. ആ ചെറുപ്പക്കാരന്റെയും ചെറുപ്പക്കാരുടെയും അമ്മയെ കേരളത്തിന് മുന്നിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞതിന്റെ ഒന്നാമത്തെ പ്രതിയാണ് മന്ത്രി വീണ. നിങ്ങളാണ് ഒന്നാമത്തെ പ്രതി. എന്താ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടി സ്വീകരിക്കാത്തത്? വീണയ്ക്കെതിരെ നടപടി സ്വീകരിക്കണം. വാസവൻ, ഈ നാട്ടുകാരനോട് വാസവൻ ഓരോ ദിവസം ചെല്ലുന്തോറും നല്ല സുന്ദരനായി സുമുഖനായി വെളുത്തു വരികയാണ്. എന്നാൽ പാവപ്പെട്ട മെഡിക്കൽ കോളേജിൽ വരുന്നവര് പിടഞ്ഞു വീണ് മരിക്കുകയാണ്. MRI സ്കാൻ 6 മാസം കഴിയണം കിട്ടാൻ. ഇന്ന് രോഗിയായിട്ടുള്ള ഒരു പേഷ്യന്റിന് 6 മാസം കഴിഞ്ഞിട്ട് ചികിത്സ കിട്ടൂ എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മാറിയിട്ടുണ്ടെങ്കിൽ എന്റെ MLA ആണ് നിങ്ങളുടെ MLA സർവത്ര താൽക്കാലിക നിയമനങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ MLA പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, വാസവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,